ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുന്നേ ഫേസ്ബുക്കിലൊക്കെ ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അത് കണ്ടിട്ടുണ്ടായിരിക്കും. പരസ്യത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഭർത്താവിൻ്റെ പരസ്ത്രീ ബന്ധത്തിനെ ഭർത്താവ് അറിയാതെ മാറ്റിക്കൊടുക്കും. ഏകദേശം നമ്മൾ പറയാറില്ലേ, മദ്യപാനി അറിയാതെ മദ്യപാനം മാറ്റിക്കൊടുക്കും എന്നൊക്കെ നമ്മൾ കാണാറില്ല ചില പരസ്യങ്ങൾ. അതുപോലത്തെ ഒരു പരസ്യമായിരുന്നു ഇതും. അതിലൊരു കോൺടാക്ട് നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫേക്കാണോ റിയലാണോ എന്നൊന്നും അറിയില്ല. എന്തു തന്നെ ആയാലും സമകാലിക പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ അതിന് നിരവധി ഷെയറും അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റും ലഭിക്കുകയുണ്ടായി. ഇത്തരം പരസ്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു എറണാകുളം ജില്ലയിലെ കോതമംഗലത്തുണ്ടായ യുവാവിൻ്റെ മരണം. പത്രമാധ്യമങ്ങളിലൂടെ തീർച്ചയായിട്ടും നിങ്ങളും ആ വാർത്ത കണ്ടിരിക്കും എന്ന് കരുതുന്നു. സംഭവം മറ്റൊന്നുമല്ല, ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ വീട്ടിൽ വെച്ച് അവശ നിലയിലാവുകയും തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കളോട് വിളിച്ചറിയിക്കുകയും ചെയ്യുന്നു. യുവാവിൻ്റെ ആവശ്യപ്രകാരം ബന്ധുക്കൾ യുവതിയുടെ വീട്ടിലെത്തി ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു വാക്ക് ബന്ധുക്കളിൽ പിന്നീട് സംശയം ജനിപ്പിച്ചു. ഇദ്ദേഹം അവസാനമായി പറഞ്ഞത് അവൾ എന്നെ ചതിച്ചു എന്നായിരുന്നു. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രാമധ്യേ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. എന്നിരുന്നാലും ബന്ധുക്കളിലുണ്ടായ സംശയം കൊണ്ട് തന്നെ അവർ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിൽ മാരക വിഷമായിട്ടുള്ള കളനാശിനി ഉള്ളിൽ ചെന്നാണ് മരണം എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. തുടർന്ന് ആ യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ആ യുവതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഈ കഥയിൽ എവിടെയാണ് പരസ്ത്രീ ബന്ധമെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത്? പറയാം. ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു കുടുംബമുണ്ടായിരുന്ന യുവാവായിരുന്നു ഇദ്ദേഹം. ആ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ടാണ് ഇത്തരമൊരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പിലായത്. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്നും ഭാര്യയെ ഭർത്താവ് ചതിച്ചപ്പോൾ ഭർത്താവിനെ കാമുകി ചതിച്ചുവെന്നും കഷായം ഗ്രീഷ്മയ്ക്കൊരു പിൻഗാമിയെ ലഭിച്ചുവെന്നുമുള്ള നിരവധി കമൻറ്റുകളായിരുന്നു ഈ വാർത്തയ്ക്ക് താഴെ വന്നത്. സ്വന്തം കുടുംബത്തിനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക, അവരോടൊപ്പം സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കിടുക. ഒന്ന് തളർന്നു പോയാൽ താങ്ങാവാൻ ആ കുടുംബമേ കാണൂ എന്ന ചിന്ത മനസ്സിലുണ്ടാവുക. അറിവ് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, തിരിച്ചറിവ് കൂടിയാണ് വേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്